സാർ, ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖം പ്രധാനമായും ചരക്ക് കൈകാര്യം ചെയ്യുന്ന തുറമുഖം. അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനത്തിൽ 750ഓളം പേർക്ക് പരിക്ക് പറ്റി, 10-ൽ താഴെ പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പെട്ടെന്ന് ഇറാനിൽ? 14 പേര് കൊല്ലപ്പെട്ടു. 14 പേരാണ് സ്ഥിരീകരണം വന്നത് രാവിലെ കണ്ടത്. അപ്പോൾ 750-ലേറെ പേർക്ക് പരിക്കും ഉണ്ട് എന്നാണ് അപ്ഡേറ്റ് ചെയ്ത വാർത്തകളിൽ കണ്ടത്. ബോംബ് സ്ഫോടനം എന്നാണ് ഇപ്പോൾ. ആദ്യം അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരുന്നത്, പക്ഷെ അതൊരു ബോംബ് സ്ഫോടനം തന്നെയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രയേലിൻ്റെ പേര് ഇറാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ മുമ്പ് സൈബർ അറ്റാക്കുകൾ ഈ തുറമുഖമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്നപ്പോൾ ഇസ്രയേലിൻ്റെ പേര് വന്നിട്ടുണ്ട്. മുമ്പ് ബന്ദർ അബ്ബാസുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രയേലിൻ്റെ പേര് വന്നിട്ടുണ്ട്. അത് ഈ സൈബർ ആക്രമണം ഉണ്ടല്ലോ, ഈ ഡാറ്റ, തുറമുഖമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡാറ്റയൊക്കെ ഹാക്ക് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളിലൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇറാൻ അങ്ങോട്ടും ചെയ്തിട്ടുണ്ട് ഇസ്രയേലിനെതിരെ. ഇറാനും അത്യാവശ്യം സൈബർ ആക്രമണത്തിലൊക്കെ വൈദഗ്ധ്യമുള്ള രാജ്യമാണ്. അപ്പോൾ ഇത് ഇസ്രയേലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇത് ബന്ദർ അബ്ബാസിൽ ഷാഹിദ് രാജി എന്ന് പറഞ്ഞ തുറമുഖത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. അത് ബന്ദർ അബ്ബാസിന് പുറത്താണ് ഈ ഷാഹിദ് രാജി എന്ന് പറയുന്ന കണ്ടെയ്നർ ഷിപ്മെന്റ് ടെർമിനൽ എന്ന് പറയുന്നത്. ഇതിൽ കൂടി ഒരു വർഷം പോകുന്ന ചരക്ക് 72.5 മെട്രിക് ടണ്ണാണ്. 80 മില്യൺ ടൺ ചരക്കാണ് ഇതിൽ കൂടി കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട തുറമുഖമാണ്. ഇപ്പം ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ഫോടനം നടന്ന ബന്ദർ അബ്ബാസ്, പിന്നെ ഒരു അഗ്നിബാധയുണ്ടായ ലഹോർ, ഇതൊക്കെ ഒരു സൂചനകളാണെന്ന് പറയാം. ഇതൊക്കെ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുമ്പോൾ യുദ്ധത്തിൽ നിർണായക താവളങ്ങളാണ് ഇത് രണ്ടും. ഒന്ന് പോർട്ടുമാണ്, ഒന്ന് എയർപോർട്ടുമാണ് അല്ലേ, രണ്ടും. ബന്ദർ അബ്ബാസ് ഇറാനിലാണെങ്കിൽ പോലും പ്രാധാന്യമുള്ളതാണ് ഇത്തരം ഘട്ടങ്ങളിൽ. കാരണം ഇറാൻ പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുള്ള രാജ്യമാണ്. അതെ. അപ്പോൾ നമ്മൾ ഗ്വാദറിൻ്റെ കറാച്ചിയുടെ ഒക്കെ പേര് വേറൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്. ഇതും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കപ്പെടുന്ന 2 സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ഇതിനൊരു പ്രാധാന്യം വരുന്നത്. ഈ സംഘർഷ സാഹചര്യത്തിൽ ധാരാളം ജീവനക്കാർ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനിൽ ഒരു ആഴ്ച തുടങ്ങുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച മുതൽ വെള്ളി വരെ അങ്ങനെയാണ്. അപ്പോൾ മറ്റേ അവധിക്ക് ശേഷം, വെള്ളിയാഴ്ചത്തെ അവധിക്ക് ശേഷം ആളുകൾ പണിക്ക് കയറുന്ന ദിവസമായിരുന്നു ശനിയാഴ്ച. അതുകൊണ്ട് ധാരാളം തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ടെഹ്റാന് തെക്ക് 1000 കിലോമീറ്റർ ദൂരെയാണ് ഈ ഷാഹിദ് രാജി എന്ന് പറയുന്ന ഈ സ്ഫോടനം ഉണ്ടായ മേഖല ബന്ദർ അബ്ബാസിൽ. ഏറ്റവും ആധുനികമായ കണ്ടെയ്നർ തുറമുഖമാണത്. ബന്ദർ അബ്ബാസിൽ നിന്ന് 23 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഈ ഷാഹിദ് രാജി തുറമുഖം. ഈ ബന്ദർ അബ്ബാസ് ഹോർമോസ് ഖാൻ പ്രവിശ്യയുടെ തലസ്ഥാനം ആണ് ബന്ദർ അബ്ബാസ്. ചരിത്രപരമായി തന്നെ ബന്ദർ അബ്ബാസ് വളരെ പ്രാചീനമായ തുറമുഖമാണ്. നമുക്കിപ്പോൾ കേരളത്തിൽ ഇസ്ലാമൊക്കെ വരുന്നത് മായി ബന്ധപ്പെട്ട് മാലിക് ദിനാറിൻ്റെ ഒക്കെ പേരൊക്കെ കേൾക്കുമല്ലോ. അത്തരം ചരിത്രങ്ങളിലൊക്കെ വരുന്ന പേരുകളിൽ ഈ ബന്ദർ അബ്ബാസ് വരും. പഴയ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോഴൊക്കെ വരുന്നൊരു പേരാണ് ബന്ദർ അബ്ബാസിൻ്റേത്. അപ്പോൾ ഇത് ഹോർമൂസ് കടലിടുക്കിന് വടക്കാണ്. അതിലൂടെയാണ് ലോകത്തിലെ മൊത്തം എണ്ണ ചരക്ക് വ്യാപാരം നടക്കുന്നത്. അതിൻ്റെ 5-1 വ്യാപാരം നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിൻ്റെ വടക്കാണ്.
വലിയ പുക ദൃശ്യങ്ങൾ, അതെ, അതിൻ്റെ ലൈവ് ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു. വലിയ പുക കാണാമായിരുന്നു. ചെറിയ സ്ഫോടനമൊന്നുമല്ല. 50 കിലോമീറ്റർ അകലെ ഇതിൻ്റെ തുടർചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അത്രയും വലിയൊരു ഭീകരമായിരുന്നു എന്നർത്ഥം. അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ഇത് കുറേ കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങളിൽ നിന്നും ഈ ചില്ലുകളില്ലേ അതൊക്കെ പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ടായിരുന്നു. ഈ വ്യാവസായിക അപകടങ്ങൾ ധാരാളം ഇറാനിൽ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഉപരോധം നിലനിൽക്കുന്നത് കൊണ്ട് പല സംഗതികളും പഴയതാ, ഒന്നും പുതുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതിനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നും അവിടെ ഇല്ല, എല്ലാം പഴഞ്ചനാണ്. അപ്പൊ അതിൻ്റെതായ കുഴപ്പങ്ങളിലുകൊണ്ട് ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകാം എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ലഘുവാക്കാനുള്ള ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്നും, ഇർന എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഭാഗത്തു നിന്നൊരു ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബോംബ് എന്ന് പിന്നീടുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ സംഗതി മാറുന്നുണ്ട്. അപ്പോൾ എണ്ണ കേന്ദ്രങ്ങളിലൊക്കെ വേണമെങ്കിൽ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകാം പഴഞ്ചനായതുകൊണ്ട്. അവിടുത്തെ TV പറഞ്ഞിരിക്കുന്നത് എണ്ണ കേന്ദ്രങ്ങളിലൊന്നും കുഴപ്പമൊന്നുമില്ല, വാർഫിൽ ഒരുപാട് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു, വാർഫിലാണ് സ്ഫോടനം എന്നാണ് അവിടുത്തെ TV പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വേറൊരു റിപ്പോർട്ടിൽ കാണുന്നത് ഈ കെമിക്കൽ സ്റ്റോറേജ് ഡിപ്പോയിലാണ് സ്ഫോടനം എന്ന് വേറൊരു റിപ്പോർട്ടിലും കണ്ടു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ഈ റിഫൈനറി, ഇന്ധന ടാങ്ക്, അതിൻ്റെ വിതരണ കേന്ദ്രങ്ങൾ, പൈപ്പ് ലൈൻ എന്നിവയുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല സ്ഫോടനം എന്ന് അവിടുത്തെ മാധ്യമം പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ഇറാനിയൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ഈ പോർട്ടാണിത്. അസാധാരണമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. സെപ്റ്റംബറിൽ അവിടെ കൽക്കരി ഖനിയിലൊരു സ്ഫോടനം ഉണ്ടായിരുന്നു ഇറാനിൽ. പിന്നെ വാതക ചോർച്ച ഉണ്ടായിരുന്നു. എണ്ണ കേന്ദ്രങ്ങളിൽ സ്ഫോടനം ഉണ്ടായതായിട്ട് ഇസ്രയേൽ ആക്രമിക്കാനായിട്ട് ഇരിക്കുന്ന കാലത്ത് നമ്മൾ ചർച്ചകളിൽ പറഞ്ഞിരുന്നതാണ്. ഈ കൽക്കരി ഖനി സ്ഫോടനം സെപ്റ്റംബറിൽ ഉണ്ടായത് കിഴക്ക് ഭാഗത്ത് ഇറാന്റെ താബസ് എന്ന് പറയുന്ന മേഖലയിലാണ്. അത് 50 കൊല്ലമൊക്കെ പഴക്കമുള്ളതാണ്. ഒമാനിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒമാനിൽ ഇപ്പോൾ മറ്റേ വെടിനിർത്തൽ ചർച്ച നടക്കുകയാണല്ലോ. ഒമാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് മറ്റേ ഇസ്രയേലിൻ്റെ വെടിനിർത്തൽ, അത് പിന്നെ ഇറാന്റെ ചർച്ച, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയിൽ ഒമാൻ മധ്യസ്ഥത, അതിൻ്റെ ഒമാനിൽ 3-ാം വട്ടം ചർച്ച നടക്കാനിരിക്കുകയാണ് ഈ സ്ഫോടനം. അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇറാൻ്റെ ഈ ഒരു സ്ഫോടനം ഉണ്ടായൊരു സമയത്ത് നമ്മൾ മറ്റു ചില കാര്യങ്ങളോട് ഇതിനെ കണക്ട് ചെയ്യണ്ടേ? കാരണം ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങളുമായിട്ടുള്ള ആണവ കരാറുമായി ബന്ധപ്പെട്ട ചില പുതുക്കലുകൾ നടത്തണം, ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, കൃത്യമായിട്ട് പറയുന്നു. ഇതെല്ലാം ഇവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഇത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ തന്നെ ഹമാസുമായിട്ടുള്ള ചില കണക്ഷൻസ് പറയുന്നുണ്ട്. കാരണം ഹമാസിൻ്റെ ചില ആളുകൾ POK ഭാഗത്തേക്ക് ചെന്നു, അവിടെ വലിയ സ്വീകരണമൊക്കെ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം തമ്മിലൊരു ഇൻ്റർ കണക്ഷൻ ഉണ്ടോ? അല്ല, അതാണ് ഞാൻ ആദ്യമേ നമ്മളുടെ ഈ സംഘർഷ സാധ്യതയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ് ഈ ലാഹോറും ബന്ദർ അബ്ബാസും ഇറാനിലാണെങ്കിൽ പോലും എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ബന്ധമുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. അത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയൂ. പിന്നെ നമ്മൾ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഒരു നെറ്റ്വർക്കിനെ പറ്റിയും സംസാരിച്ചിട്ടുണ്ട്. ഇറാൻ ഒരു ഷിയ രാജ്യമാണല്ലോ. ഇസ്ലാമിക് ബ്രദർഹുഡ് ആണെങ്കിൽ അങ്ങനെയല്ല താൻ, അതൊരു സുന്നി നെറ്റ്വർക്കാണത്. അപ്പോൾ 2020 ഈ ബന്ദർ അബ്ബാസിൽ മറ്റേ കമ്പ്യൂട്ടറുകൾ സൈബർ അറ്റാക്ക് കൊണ്ടിട്ട് ഈ തുറമുഖത്ത് അതിനെ ബാധിച്ചിരുന്നു. വാഷിങ്ടൺ പോസ്റ്റ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലാണ് അതിൻ്റെ പിന്നിൽ
എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. മുൻപ് ഇറാനും സൈബർ അറ്റാക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ഇപ്പോൾ UN രക്ഷാസമിതിയും അപലപിച്ചിട്ടുണ്ട്. ഇറാൻ വേണമെങ്കിൽ മധ്യസ്ഥത വഹിക്കാം പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ എന്ന് പറഞ്ഞിരുന്നു. പെസഷ്ക്യാൻ കഴിഞ്ഞ ദിവസം മോദിയെ വിളിച്ചിരുന്നു, ഇന്നലെ അപലപിച്ചു ഇതിനെ. നമുക്ക് ആ മധ്യസ്ഥതയുടെ ആവശ്യമൊന്നും നിലവിൽ ഇല്ല, ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ഇന്നലെ ഈ സ്ഫോടനം നടന്ന അഗ്നിബാധ ഉണ്ടായ സ്ഥലങ്ങളുമൊക്കെ ഇതുമൊക്കെ ആയിട്ട്, ഈ സംഘർഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണോ എന്നൊക്കെ ഇനി വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് ചർച്ച ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കണ്ടെയ്നർ ചരക്കുകളുടെ ഒരു വലിയ മുന്നേറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കം നടത്തണ്ട. അപ്പോൾ ആദ്യം നമ്മൾ കേട്ടത് കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചു എന്നാണ്. അതിൻ്റെ അലയൊലികൾ 23 കിലോമീറ്റർ വരെ അപ്പുറത്തുള്ള വീടുകളിലുണ്ടായി, ജനൽ ചില്ലകൾ തകർന്നു. 50 കിലോമീറ്റർ പിന്നീട് ശബ്ദം കേട്ടു. അതെ, ഇപ്പം പിന്നീട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് 50 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായ സ്ഫോടനം അവിടെ നടക്കുന്നു. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കാനും അവിടെ നിന്നുള്ള ഒരു ചരക്ക് ഗതാഗതം ഉൾപ്പെടെ കുറച്ച് കാലത്തേക്ക് നിലയ്ക്കാനുമായിട്ട് ആരോ കൃത്യമായി പ്ലാൻ ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാനിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും എല്ലാം കൂടെ നോക്കുമ്പോൾ പ്ലാനിങ് കൃത്യമാണ് നടപ്പാക്കിയവരുടെ, അങ്ങനെയല്ലേ പറയുന്നത്? ഹമാസിന്റെ ഒരു നേതാവിനെ ഒരു ഗസ്റ്റ് ഹൗസിൽ കൊന്നില്ലായിരുന്നോ ടെഹ്റാനിൽ? അതെ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമേ ലോകത്തുള്ളൂ. ബോംബാണെന്നുള്ളത് ഉറപ്പാണ്. ആ ബോംബ് അവിടെ പ്ലാൻ ചെയ്യണമല്ലോ. അതെ, അത് ഇറാനിൽ ഖമനേയ്ക്കെതിരെ വലിയ ക്ഷോഭമുണ്ട് ജനങ്ങൾക്കിടയിൽ. കാരണം അവിടെ ദുരിതത്തിനൊക്കെ കാരണം ഈ മത ഭീകരതയാണല്ലോ. അതെ. അപ്പോൾ അവിടെ ഇസ്രയേൽ വിചാരിച്ചു കഴിഞ്ഞാൽ ബോംബ് വെക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ വാഷിങ്ടൺ പോസ്റ്റ് മുമ്പ് ഒരു സൈബർ അറ്റാക്കിന്റെ പിന്നിൽ ഇസ്രയേൽ ആയിരുന്നു എന്ന് പറയുമ്പോൾ ബന്ദർ അബ്ബാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇസ്രയേലിന്റെ പേര് മുമ്പ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇസ്രയേൽ ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും സ്ഥിരീകരിക്കാറില്ലല്ലോ. അതെ, ഈ ഇസ്ലാമിക ഭീകര സംഘടനകളാണല്ലോ ഞങ്ങളാണെന്ന് പറയുന്നത്. ഇപ്പൊ മറ്റേ ഫ്രണ്ടില്ലേ, റെസിസ്റ്റൻസ് ഫ്രണ്ട്, അതെ, ഞങ്ങളല്ല എന്നിപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ഉത്തരവാദിത്വം ഏറ്റതവരാണ്. ഇപ്പൊ ഞങ്ങളല്ല എന്നും പറയുന്നുണ്ട്. ഞങ്ങളുടെ സംഗതിയൊക്കെ വേറെ ആളുകൾ ഉപയോഗിച്ചതാണ്, ഞങ്ങളുടെ ആക്കിയതാണ് എന്നൊക്കെയുള്ള മട്ടിലൊക്കെ ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പേടിച്ചിട്ടാണ് ഇതൊക്കെ, തകർക്കപ്പെടും എന്നുള്ള ഭയങ്കര ഭയം അന്തരീക്ഷത്തിൽ കനത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ബന്ദർ അബ്ബാസിന്റെ പിന്നിൽ ഇസ്രയേലാണോ? ഇസ്രയേൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല, നമുക്ക് ഊഹിക്കാനേ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.